ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്ര ബെർലിന എക്സ്പ്രസ് അങ്ങ് സ്വിറ്റ്സർലൻഡിലേക്ക്. യെസ്, ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭയങ്കര തണുപ്പാണ്, തലയധികം പുറത്തിട്ട് ഇൻട്രോ പറയാൻ പറ്റില്ല. അങ്ങനെ ഇറ്റലിയിലെ കൊളീക്കോ എന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ആൽപ്സ് പർവ്വതം കാണുകയാണ്. യെസ്, ആൽപ്സിൻ്റെ ഒരു ഭാഗമാണ് ഇതും. ആൽപ്സിൻ്റെ ഒരു ഭാഗത്ത് മുകളിൽ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഇനി മുതൽ നമ്മൾ ആൽപ്സിലേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത്. യെസ്, വി ആർ ഗോയിങ് ടു സ്വിറ്റ്സർലാൻഡ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ. മഞ്ഞ ജാക്കറ്റ് അപ്പം തന്നെ നിങ്ങൾ ഊഹിച്ചു. യെസ്, നമ്മൾ തണുപ്പത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തണുപ്പായിരിക്കും. എനിക്ക് മൊത്തം മഞ്ഞ് മലകളാണ് അവിടെ ദൂരെ കാണാൻ സാധിക്കുന്നത്. അയ്യോ, ഒന്നും പറയണ്ട മോനെ, ഇത് കണ്ടാ, അവിടെ മൊത്തം മഞ്ഞ് മലകളാണ്. ഇനി കൂടുതലും മഞ്ഞ് മല നോക്കി നിന്നാൽ ഞാൻ എൻ്റെ ട്രെയിൻ മിസ് ചെയ്യും. അതാണ് എൻ്റെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോവാണ് ഗൈസ്. നമ്മൾ ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ കയറുമല്ലോ. ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലില്ലേ, ഒറ്റ സ്റ്റാഫാണ് ആ ഹോട്ടലിലുള്ളത്. പുള്ളി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തരുന്നതും ഫ്രൈഡേ ഒക്കെ ഉണ്ടാക്കി തരുന്നതും റിസപ്ഷനിലിരിക്കുന്നതും എല്ലാ പരിപാടിയും. യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പലതും അങ്ങനെയാണ്, സ്റ്റാഫ് ഷോർട്ടേജും പരിപാടികളൊക്കെ ആയിരിക്കും. അത് ബേസിക്കലി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റിനും മലനിരകൾ കാണാൻ സാധിക്കും. ഇനി മലനിരകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊക്കെ ആൽപ്സ് പർവ്വതങ്ങളായിരിക്കും. ഞാനതിനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൽപ്സ് അയ്യോ, അങ്ങനെ നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള ആൽപ്സ് പർവ്വതം കാണാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ കൊളീക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. കൊളീക്കോ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഇന്നലെ സ്വിറ്റ്സർലാൻഡിൽ പോയി താമസിക്കേണ്ടതായിരുന്നു ഞാൻ. പക്ഷേ അവിടെ റൂം കിട്ടാതിരുന്നത് കാരണവും അവിടെ റൂം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നത് കാരണവും ഞാൻ ഇറ്റലിയിൽ തന്നെ ഒരു ഗ്രാമത്തിൽ മുറി എടുക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ മോനെ, രാവിലെ എന്ത് ഭംഗിയാന്ന് നോക്ക്. അയ്യോ, രക്ഷയില്ല കേട്ടാ. എൻ്റെ മോനെ, മൊത്തം മഞ്ഞ് മലകളാണ് ഗൈസ്. സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ മൊത്തം അവിടെ ദൂരെ എവിടെ എല്ലാം മഞ്ഞ് മലകളാണ് കണ്ടാ. അങ്ങനെ നമ്മൾ തിരാനോയ്ക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്കൊക്കെ ഉണ്ടായിരിക്കും. തിരാനോ ആണ്, തിരാന അല്ല. തിരാന എന്തായിരുന്നു? അൽബേനിയയുടെ ക്യാപിറ്റലായിരുന്നു തിരാന. നമ്മൾ പോയതാണ് അവിടെ അൽബേനിയയിൽ. തിരാന, ഇത് തിരാനോ. അങ്ങനെ നമ്മൾ തിരാനോ എത്തി. അങ്ങനെ നമ്മൾ തിരാനോ എത്തി. ഈ ട്രെയിനിൽ വന്ന പകുതി ആൾക്കാരും ഇവിടെ നിന്ന് മറ്റേ ട്രെയിനിൽ കയറി പോകാനുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മിലാനെന്ന് തിരാനോയിലേക്ക് വരുന്ന ട്രെയിനാണ്. മിലാനിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ തിരാനോ വരെ വരുന്ന ട്രെയിനാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അപ്പോൾ ഇതാണ് തിരാനോ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ. ഇതൊരു ഹൈ സ്ട്രീറ്റിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. അത് തന്നെ ഈ ട്രെയിനിൽ വന്ന ആൾക്കാരെല്ലാം ഇറങ്ങി അപ്പുറത്ത് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ തിരാനോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു വാതായനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരാനോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ആൽപ്സ് മലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് ഒരു ബോർഡൊക്കെ ഉള്ളത്, ഒരു സൈൻ ബോർഡ് കാണാം. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും അങ്ങോട്ടാണ് കയറി പോകുന്നത്. ഇതെന്താ സംഭവം അറിയോ? ഇത് മറ്റേ ബെർലിന എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിൻ്റെ ആ ഒരു സ്റ്റേഷനാണത്. ബെർലിന എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ട്രെയിനാണ്. ഇതിനകത്ത് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല ആക്ച്വലി സംഭവം. അപ്പോൾ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ പറ്റും എന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. അത് നോക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സെറ്റപ്പ് നോക്കട്ടെ. ഈ കാണുന്നതാണ് ബെർലിന എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിൻ. അതായത് സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിനാണിത്. സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിനെല്ലാം ഇത്തരത്തിലുള്ള റെഡ് കളർ ട്രെയിനാണ്. അപ്പോൾ ഈ ബെർലിന എക്സ്പ്രസ് എന്ന് പറയുന്നത് ശരിക്കും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രെയിനാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് എന്താ പറയുക, ടിക്കറ്റ് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന കോച്ചുകളുണ്ട്. അതിനകത്ത് കയറാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ റിസർവേഷനോടുകൂടി യാത്ര ചെയ്യുന്ന കോച്ചുകളാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് തന്നെ എന്താ പറയുക, 2x2 ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ റിസർവേഷനോടുകൂടി യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നല്ല വലിയ ഇതുപോലെയുള്ള വിൻഡോസ് ആയിരിക്കും. ഇത് ഭയങ്കര തിരക്കാട്ടോ. ഇത് വലിയ ട്രെയിനാണ്, പക്ഷേ ഇത് തിരക്കാണ്, എല്ലാം ഫുള്ളാണ്. നമ്മുടെ ട്രെയിൻ ഇതിവിടെ നിന്ന് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വിടുകയുള്ളൂ. ഇപ്പോഴേ അതിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടില്ലേ, ഒക്കെ നേരത്തെ വരുന്നതാണ് എല്ലാവരും. ഞാൻ 1 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയിട്ടും ഇതിനകത്ത് അവസ്ഥ നോക്കി ഇപ്പോൾ എന്താണെന്നുള്ളത്. ദൈവമേ, ഇത് സാധാരണ കോച്ചിൽ പോലും ഇരുന്ന് യാത്ര ചെയ്യാനൊരു സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇത്
ഹൈലി എന്താ പറയുക, ഇതായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ട്രെയിനാണ് സംഭവം. ഇതൊക്കെ ഫുള്ളായി കേട്ടോ. അടിപൊളി. അതായത് ഇതിനകത്തിന് സീറ്റ് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ. ഈ ബെർണീന എക്സ്പ്രസിൻ്റെ പുറകുവശത്തായിട്ട് ഇതുപോലെയുള്ള ഒരു സംഭവം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതായത് ഇത് ഇവരുടെ ലോക്കൽ ട്രെയിൻ സെറ്റപ്പാണ്. ഇതും ഫുള്ളായല്ലോ. ഈ ലോക്കൽ ട്രെയിനിലാണ് നമുക്ക് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതും ഫുള്ളാണ്. ഇതിനകത്തൊരു സീറ്റ് പോലും ഇല്ല, അത്രയ്ക്ക് ഫുള്ളായി ഇത്. അടിപൊളി മക്കളെ, അടിപൊളി. അതിൻ്റെ അകത്ത് തീരുമാനമായി. പടിപാളി ഗായ്സ്, ഒരു സീറ്റ് പോലും ഇതിനകത്ത് ബാക്കിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രസം. എന്ത് കഷ്ടമാണ്. ഒരു ട്രെയിൻ പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ എത്തിയതാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഇതിനകത്ത് ടിക്കറ്റ് കിട്ടുമെന്ന്. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല, റിസർവേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പ്ലാൻ ചെയ്യാത്ത ലാസ്റ്റ് ടൈം യാത്രയാണല്ലോ, ഇതിനൊന്നും അങ്ങനത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ ഫൈനലി ഇവിടെ എത്തി. 1 മണിക്കൂർ നേരത്തെ ഇവിടെ എത്തി. അൺറിസർവ്ഡ് കോച്ചിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതുപോലും നടന്നില്ല. ദ ട്രെയിൻ ഈസ് എൻറ്റയർലി ഫുൾ. ഇതിൻ്റെ പുറകിൽ ഇനി ഒരു ട്രെയിനും കൂടെ ഉണ്ട് എന്നിവർ പറഞ്ഞു. അപ്പോൾ അതിൽ അവിടെ ടിക്കറ്റ് കിട്ടുമെന്ന് ഞാൻ പോയി നോക്കട്ടെ. ഇതിപ്പോൾ പോകുന്ന ട്രെയിൻ എങ്ങാണ്ട്. ഇനി ഇതിൻ്റെ പുറകെ വേറെ ട്രെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, പോയി നോക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ചെന്ന് അന്വേഷിച്ചത് സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിനാണ്. ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ വരും. ഈ ട്രെയിൻ ഫുള്ളി എന്താ പറയുക, അൺറിസർവ്ഡ് ട്രെയിനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കയറിയിരിക്കാം ഈ സാധനത്തിനകത്ത്. പിന്നെ ഒരു ട്രെയിനുണ്ട് 10 മണിക്ക്. ആ ട്രെയിനും ഈ പറഞ്ഞ പോലെ ഫുള്ളി അൺറിസർവ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അതിൻ്റെ അവസാനത്തെ 3 കോച്ച് മാത്രമേ അൺറിസർവ്ഡ് ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ റിസർവേഷൻ ഇല്ലാതെ കയറിയിരിക്കാം എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതെങ്ങനെ പരിപാടി? ഇതിന് കയറി സീറ്റ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കയറിയിരിക്കാം, അത്രയേ ഉള്ളൂ. ഞാനതിൽ കയറി സീറ്റ് പിടിച്ചു. ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ ഒരു സിംഗിൾ സീറ്റുണ്ട്, ഇത് കണ്ടോ? ആ സീറ്റ് ഞാൻ പിടിച്ചു ഗൈസ്, ബാഗോടെ മേളി വെച്ച്. അങ്ങനെ എന്തായാലും അത് കിട്ടി. ഇതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ യൂറയിൽ പാസ് ഉണ്ട്, ആ പാസ് കാണിച്ചാൽ മതി. ഇതെല്ലാം ബെർണീന എക്സ്പ്രസ്സുകളാണ്. ഈ റൂട്ടിലോടുന്ന എല്ലാം ബെർണീന എക്സ്പ്രസ് ആണ്. അതായത് സെയിം റൂട്ടിൽ നമ്മൾ ഈ ഊട്ടി ട്രെയിൻ പോകത്തില്ലേ, അതേപോലത്തെ സെയിം സെറ്റപ്പ്. ഭയങ്കര ഡിമാൻഡാണ്. ഇതിന് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6500-7000 രൂപ വരും 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക്. 4 ചോദിക്ക്. ഇവിടെ നിന്ന് സെയിൻറ്റ് മോറിറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ പോകുന്നത്. സെയിൻറ്റ് മോറിറ്റ്സ്. നമ്മളിപ്പോൾ ആക്ച്വലി സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഇറ്റലിയിലാണുള്ളത്. ഈ തിരാനോ എന്ന് പറയുന്നത് ഇറ്റലിയുടെ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഈ തിരാനോയിൽ തന്നെ 2 സ്റ്റേഷനായിട്ടുണ്ട്. ഒന്ന് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ട്രെയിനുകൾ മാത്രം പോകുന്ന സ്റ്റേഷൻ, അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും എല്ലാവരും ഈ പറഞ്ഞ ട്രെയിനിൽ കയറി രാവിലെ യാത്ര ചെയ്യുന്നത്. അതാണ് ഇത്രയും തിരക്ക്. രാവിലെയാണ് ഈ തിരക്ക്. ഉച്ച കഴിയുമ്പോഴത്തേക്കും തിരക്കൊക്കെ കുറയും. ഏത് സമയത്തും 365 ഡേയ്സും ടൂറിസ്റ്റുകൾ വരുന്നൊരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. തണുപ്പ്, വിൻ്റർ അല്ലെങ്കിൽ സമ്മർ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. വിൻ്ററിൽ ഇച്ചിരി റേറ്റ് കുറവായിരിക്കും, സമ്മർ ആകുമ്പോഴത്തേക്കിനും ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. അതാണ് സ്വിറ്റ്സർലാൻഡ്. പിന്നെ റെയിൽവേയുടെ കാര്യം, അതായത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് മൊത്തം പർവ്വതങ്ങളാണ്, അതായത് മൊത്തം മലനിരകളാണ്. ഈ മലനിരകളിൽ പോലും ഏറ്റവും കൂടുതൽ മുക്കിനും മൂലയ്ക്കും ട്രെയിനുകൾ ഓടിക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഒട്ടേറെ പ്രത്യേകതകളുണ്ട് സ്വിറ്റ്സർലാൻഡിന്, അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഷണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ലോക്കമാണ് ഈ കിടക്കുന്നത്. നോക്കി, ഷണ്ടിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലോക്കോ. ആ ലോക്കോ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. അതായത് ഒരു ഗ്രീസിൻ്റെ മയമോ പാടുകളോ ചെളിയോ ഈച്ച അടിച്ച ശല്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കണ്ടില്ല ആ ഒരു ലോക്കോമോട്ടീവ്. നമ്മുടെ ട്രെയിനിന് അത്യാവശ്യം കുറേ കോച്ചുകളുണ്ട്. ഇതിവിടുന്ന് നമ്മൾ ഈ ബെർണീന എക്സ്പ്രസ് പോകുന്ന റൂട്ടിൽ ഓടുന്ന സെയിം ട്രെയിനാണ്. പക്ഷേ അൺറിസർവ്ഡ് ആണ്. ഇതിനകത്ത് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് അതായത് ടിക്കറ്റ് സീറ്റ് റിസർവ് ചെയ്യേണ്ട, അല്ലാതെ വന്ന് കയറാവുന്ന ട്രെയിനാണ്. അതായത് ഈ ഗ്രാൻഡ് ട്രെയിൻ ടൂർ ഓഫ് സ്വിറ്റ്സർലാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര പോപ്പുലറാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ കാണുന്ന സ്ഥലമാണ് തിരാനോ എന്ന് പറയുന്നത്. ഈ തിരാനോന്ന് നമ്മൾ സെയിൻറ്റ് മോറിറ്റ്സ് വരെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്നത് കുർറം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുർറം ഞാൻ ഇവിടെ പോയിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. അത് എക്സ്പ്ലോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഈ കുർറം എന്ന് പറയുന്ന ഈ സ്ഥലത്തുനിന്ന് ഈ കാണുന്ന വഴി സെർമാറ്റ് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകുന്ന വേറൊരു ട്രെയിനുണ്ട്. അതാണ് ഗ്ലേഷ്യർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതും ഭയങ്കര പോപ്പുലറാണ്. ഇതെല്ലാം 2 ട്രെയിനുകൾ വെച്ച് ഘടിപ്പിച്ചിട്ടാണ് ഇവർ ഓടിക്കുന്നത്. ഇത്തരത്തിലുള്ള പുതിയ കോച്ചുകൾ ഇതിനകത്തുണ്ട്. ഒന്നിറങ്ങി നോക്കണം. എല്ലാവരും പുറത്തിറങ്ങി ചില്ലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണ്ടേ. ഞാനും ചില്ലൊക്കെ ക്ലീൻ ചെയ്യണം. കണ്ടോ, ഇവിടെ ഒരു ചേട്ടൻ ചില്ല് ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇതാണ് എല്ലാവരുടെയും പരിപാടി, ഞാനും ചെയ്യും. ഇത് കണ്ടോ, ഇതാണ് ഒറിജിനൽ ബെർണീന എക്സ്പ്രസ്. അതായത് ഒറിജിനൽ ബെർണീന എക്സ്പ്രസ്, അതായത് പനോരമിക് വിൻഡോ ആയിരിക്കും കാണുന്നത്. എന്താ
അതായത് ഫുള്ള് താഴെ മുതൽ മുകളിൽ വരെ നീറ്റായിട്ട് കാണാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് ഭയങ്കര റേറ്റാണ്. ഇത് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും, പിന്നെ ഡൈനിങ് ചെയ്യാം, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഗ്ലേഷ്യർ എക്സ്പ്രസ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം. ഇത് അതേ റൂട്ടിൽ ഓടുന്ന നമ്മുടെ സാധാരണ റീജിയണൽ ട്രെയിൻ. അതാണ് സംഭവം, മനസ്സിലായില്ലേ? ടൂറിസ്റ്റ് ട്രെയിനും റീജിയണൽ ട്രെയിനും. പക്ഷേ രണ്ടും ടൂറിസ്റ്റുകളാണ്, ലോക്കൽസ് ഇല്ല, മൊത്തം ടൂറിസ്റ്റുകളാണ്. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ സ്പോട്ട്ലെസ് ആയിട്ട് ക്ലീനാണ്. കാരണം അത്രയും പൈസയാണ് ഇവർ വാങ്ങിക്കുന്നതേ. 10-20,000 രൂപയ്ക്കാണ് ഒരു സീറ്റിനൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്രയും ക്ലീൻ ആയിരിക്കും ഗ്ലാസ് സംഭവങ്ങളൊക്കെ, കണ്ടില്ലേ? ഇതെന്തായാലും പൊളിച്ചു കേട്ടാ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വിട്ടു. ഇവിടെ അടുത്ത ട്രെയിനിന് വേണ്ടി ആളുകൾ നിൽക്കുന്നുണ്ടോ, തിരക്കുണ്ടോ? എൻ്റെ പൊന്നെ, അതായത് മറ്റേ ബെർണീന എക്സ്പ്രസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഇത് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ കുറേ ഫേമസ് ട്രെയിനുകളുണ്ട്. എന്ത് കിടിലം വിൻഡോ അല്ലേ, നല്ല അടിപൊളി ഗ്ലാസും നല്ല സെറ്റപ്പൊക്കെ ആയിട്ട്. എന്തായാലും നമ്മളിനിയിപ്പം മല കയറാൻ വേണ്ടി പോവാണ്. ഈ ചേട്ടൻ വന്ന് എല്ലാവരുടെയും ടിക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. എൻ്റെ ടിക്കറ്റും പരിശോധിച്ചു. ഇത് ഇറ്റലിയിൽ തന്നെ ഇത്ര ഭംഗിയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ കയറി കഴിയുമ്പോൾ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ സ്വിറ്റ്സർലാൻഡിൽ പോകാനായിട്ട്. ഇതാണ് സംഭവം. നമ്മൾ മറ്റേ ഡാർജിലിംഗ് ട്രെയിനിലൊക്കെ പോകുന്ന പോലെ തന്നെ റോഡിലൂടെ പോകുന്നുണ്ടോ ട്രെയിന്. മോനെ പൊളിച്ച് അടിപൊളി. ഇത് കാണാൻ പറ്റുന്നില്ല ശരിക്കും, പുറത്ത് നിന്ന് ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാതെ. അടിപൊളി. നമ്മളിപ്പോൾ ലിറ്ററലി റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്, കണ്ടോ? ഓ, ബസ് പോകുന്നത് പോലെ തന്നെ വാഹനങ്ങളൊക്കെ കിടക്കുന്നു. ഇത് ഡിറ്റോ ഡാർജിലിംഗ് ട്രെയിനില്ലേ. എന്ത് ദൈവമേ, അടിപൊളിയേ. ഞാൻ ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാം. കണ്ടില്ലേ ആ റോഡിലൂടെ എങ്ങനെ പോകുന്ന ട്രെയിൻ. ഇത് ഇറ്റലിയിലെ തിരാനോയിൽ നിന്ന് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ കുർ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അത് സെയിൻറ്റ് മോറിറ്റ്സ് വഴിയാണ് പോകുന്നത്. ഈ 122 കിലോമീറ്റർ വരുന്ന ഈ ട്രെയിൻ യാത്രയിൽ 196 പാലങ്ങളും 55 ടണലുകളും ഉണ്ട്. അതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു യാത്രയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മൗണ്ടനിലോട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. മല കയറി പോകുന്ന ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് നാരോ ഗേജ് ഇലക്ട്രിക് റൂട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു ബെർണിന എക്സ്പ്രസിന്റെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. റൈറ്റിയൻ റെയിൽവേ എന്ന വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൂടെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പോകുന്നത്. ഇതെല്ലാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമായിട്ടുള്ള റൂട്ടും ട്രെയിനുമാണ്. റൈറ്റിയൻ റെയിൽവേ ആണ് ഈ ഒരു റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തി ആ പുള്ളി അവിടെ എന്താ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, എന്താണെന്നറിയത്തില്ല. ഇവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയും കൊള്ളാം, നല്ല ലുക്കുള്ള ഒരു പള്ളി. ബാക്കിൽ നല്ല മലയൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു ടവറൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ നല്ല കിടില ലുക്കുണ്ട്. പുള്ളി എന്താണ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണോ അതോ വീടുകളാണോ, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. കേട്ടില്ലേ, ഇത് വേറെ ലെവലാട്ടോ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം നമ്മൾ ഇറ്റലിയിൽ ഇങ്ങനെയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ കയറി കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും ഞാൻ ആലോചിക്കുന്നത്. 1896 മുതൽ 1904 കാലഘട്ടത്തിലാണ് ഈ ഒരു റെയിൽവേ റൂട്ട് ഇവിടെ നിർമ്മിക്കുന്നത്. 1904 നാലുചയ്ക്ക് എൻ്റെ പോലെ പൊളി 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 കിടിലം വ്യൂ. ഇത് നമ്മുടെ 13 കണ്ണറ പാലം പോലത്തെ പാലമാണ്. ഇത് ആക്ച്വലി ഒരു സ്പൈറൽ ലൂപ്പാണ്. നമ്മളിപ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്ന് ഈ കാണുന്ന പാലത്തിന് മേളിൽ കൂടെ കയറി പോകും. നമ്മളിപ്പോൾ കറങ്ങി തിരിഞ്ഞ് ആ പാലത്തിന് മേളിലോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ദൈവമേ, ബ്രൂസിയോ സ്പൈറൽ എന്നാണ് ഈ കാണുന്ന ഈ ഒരു കൺസ്ട്രക്ഷന്റെ പേര്. സ്പൈറൽ രീതിയിൽ നമ്മൾ ഇങ്ങനെ കയറി പോവാണ്. ബ്രൂസിയോ സ്പൈറൽ, അതായത് ട്രെയിൻ ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ വളഞ്ഞ് കയറുവാണത്. എല്ലാവരും എണീറ്റ് കയറി വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി. എല്ലാവരും അടിപൊളി വരെ. അതൊരു ഒന്നൊന്നര കാഴ്ച കേട്ടോ. എന്ത് കൺസ്ട്രക്ഷൻ അല്ലേ. നമ്മൾ പണ്ട് ന്യൂസിലൻഡിൽ പോയപ്പോൾ ഇതേപോലത്തെ ഒരു യാത്രയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇത് വേറെ ലെവലാണ്. ഇത് കണ്ടോ, സ്പൈറൽ റൂട്ടിലൂടെ നമ്മൾ കയറി വന്നതുകൊണ്ടോ ആ ട്രെയിൻ. ഇതൊക്കെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോഴും സ്വിറ്റ്സർലാൻഡിൽ കയറിയിട്ടില്ല, നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ കയറാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് ഗംഭീരം. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലോട്ടോ പോകുന്നത്. വലിയ സ്ലോ ഒന്നും അല്ല, നല്ല വേഗതയിലാണ് പോകുന്നത്. ഈ 122 കിലോമീറ്റർ ഈ ട്രെയിൻ 4 മണിക്കൂറിൽ കവർ ചെയ്യും മൊത്തത്തിൽ. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോപ്പുകളും ഉണ്ട്. വീഡിയോകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ബോർഡറിലുള്ള ഒരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വിറ്റ്സർലാൻഡ് എത്തി ഗൈസ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ കയറി ഗൈസ്. അവിടെ ഇടയ്ക്ക് നിർത്തുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലത്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ എത്തിയേ. അയ്യോ, ഇതൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. ഞാൻ പുറത്ത് നിൽക്കുക, അടയരുത്. ഇതൊക്കെ തന്നെ അടയും, അതാണ് ഈ പ്രശ്നം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നൊരു ട്രെയിനാണ്, അത് കാലിയാണെന്ന് എനിക്ക് അതിനകത്ത് ആരുമില്ല.
ഇതാണ് സംഭവം. ഏത് ഡയറക്ഷനിൽ പോയാലും നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ബ്രൂസിയോ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ സ്റ്റേഷൻ. നമ്മൾ അങ്ങനെ വീണ്ടും മേളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സമ്മറിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും നല്ല പച്ചപ്പിൽ, ഇങ്ങനെ ഫുൾ പച്ചപ്പിൽ നിൽക്കുന്ന കാണാൻ സാധിക്കും. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഈ ഒരു കളർ ഉണ്ടാവും. വിൻ്ററിൽ പിന്നെ നല്ല മഞ്ഞുമലകളും ഇഷ്ടംപോലെ ഗ്ലേഷ്യേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ലോകത്തിലെ മനോഹരമായിട്ടുള്ള രാജ്യങ്ങളിലൊന്ന്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്ന്, പിന്നെ ഒട്ടേറെ പ്രത്യേകതകളും ഒട്ടേറെ സ്വപ്നങ്ങളുമുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ലേക്ക് പൊഷ്യാവോ എന്ന് പറയുന്ന ഒരു ലേക്കാണ്. അവിടെ ആ ലേക്കിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഫ്രീസ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മോനെ അടിപൊളി ലേക്ക്. ഈ ലേക്ക് ഇതുകൊണ്ട് അവിടെ മണം ഐസായി കിടക്കുന്നുണ്ടല്ലേ, നോക്ക്. എൻ്റെ പൊന്ന് പൊളിച്ചു. ശരിക്കും നല്ലൊരു ഐസായി കിടക്കുന്ന ഒരു ലേക്ക് ഉണ്ടായിരുന്നെങ്കിലേ നമുക്കൊന്ന് നടക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കാമായിരുന്നു. എനിക്ക് ഈ ഐസായി കിടക്കുന്ന ലേക്കിൻ്റെ മേളിൽ കൂടെ നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നടന്നില്ല ഇത്തവണ. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ലേക്കുകളുടെ സ്ഥലമാണ്. ഇവിടെ എത്ര ആയിരം ലേക്കുകളുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല, അത്രയധികം ലേക്കുകളുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ വെള്ളത്തിൻ്റെ ഏകദേശം 10% വരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മഞ്ഞ് മലകളൊക്കെ ഇങ്ങനെ ഉരുകി ഇങ്ങനെ വെള്ളമായി വന്ന് യൂറോപ്പിൻ്റെ ഒരു വാട്ടർ സോഴ്സും കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ രാജ്യം. ഈ വീഡിയോ നിങ്ങൾ ഫുൾ HD അല്ലെങ്കിൽ 4K ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ കാണണം, TV-യിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന് നിങ്ങൾ ഡേറ്റയ്ക്ക് വേണ്ടി നിങ്ങൾ മുടക്കുന്ന ആ ഒരു ടൈമും എഫേർട്ടും പൈസയും 100% വർത്ത് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്ക് സീറ്റിലിരിക്കണ്ട, ഇപ്പം എല്ലാവരും ഓടി നടന്നിട്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതൊക്കെ ലുക്കല്ലേ ഇത്, എന്ത് ഭംഗിയില്. സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ ഒന്നും വന്നാൽ പോരാ, ഇനിയും വരണം. ഇത് ഞാൻ ഇനിയും വന്ന് പൊളിക്കും. ആ മഞ്ഞുമലയുടെ റിഫ്ലക്ഷൻ കണ്ടോ താഴെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ, എന്ത് രസമല്ലത് കാണാനായിട്ട്. നമുക്ക് ഈ സ്വിറ്റ്സർലാൻഡിനെ ഉണ്ടല്ലോ വേറൊരു യൂറോപ്യൻ രാജ്യമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ കണ്ട ആൾക്കാരെല്ലാം ലോകം മുഴുവൻ ഈ സ്വിറ്റ്സർലാൻഡിലേക്ക് ഇങ്ങനെ വരുന്നത്. ടൂറിസം ഭൂപടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഇതേ ഞാൻ ഇങ്ങനെ ചില്ലിനെ പുറത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന കാഴ്ചകളാണ്. ഇതിപ്പം ബെർലിൻ എക്സ്പ്രസ് ആയിരുന്നെങ്കിൽ എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിസിബിലിറ്റിയാണ്. കാരണം ഈ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, ഫുൾ ഗ്ലാസ് അല്ലേ. നിങ്ങൾ തിരാനോന്ന് ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ വലതുവശത്ത് വേണം ഇരിക്കാനായിട്ട്. വലതുവശത്ത് ഇരുന്നാലാണ് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുക. ഇവിടുത്തെ ചരിത്രമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ട്രെയിനിനകത്ത്. ലോക്കൽ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഇവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം പറയുന്നുണ്ട്, ഓരോ സ്ഥലത്തും അവിടെ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ വീണ്ടും റോഡിലെത്തി ഗൈസ്. നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പുറകിൽ ആൾക്കാർ കാറിൽ ഇങ്ങനെ വരുന്നു. ശരിക്കും ഇത് നമ്മുടെ മറ്റേ ഡാർജിലിംഗ് റെയിൽവേ പോലെ തന്നെ സെയിം സെറ്റപ്പ് കേട്ടോ. ഈ ഗ്ലാസ് ഞാൻ ക്ലീൻ ചെയ്യാൻ കുറേ ശ്രമിച്ചു, പക്ഷെ ഇത് പോകുന്നില്ല. ഞാനിങ്ങനെ പുറത്തുനിന്ന് ഞാൻ കുറേ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു. വീണ്ടും ഒരു സ്റ്റേഷൻ. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്, എല്ലായിടത്തും ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇത് കണ്ടോ, ഐസായി കിടക്കും കേട്ടോ അവിടെ സാധനം. ഇത് കണ്ടോ, ഇവിടെ വെള്ളമൊക്കെ ഐസായി കിടക്കുന്നത്. നമ്മൾ വീണ്ടും മല മുകളിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ചില്ലൊക്കെ താക്കാട്ടോ. ഞാൻ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ താത്തിട്ടുണ്ട്, അപ്പൊ ഞാനും താത്തി. കാരണം നമുക്ക് നല്ല വീഡിയോ എടുക്കാമല്ലോ. ഇങ്ങനെ നമ്മളിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മഞ്ഞുമലകളെ ലക്ഷ്യമാക്കി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ താഴെ നമുക്ക് സ്വിസ് ഗ്രാമങ്ങളൊക്കെ കാണാൻ സാധിക്കും. സ്വിസ്സിലെ ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവരുടെ GDP എന്ന് പറയുന്നത് വേൾഡിലെ ടോപ്പാണ്. ഇവരൊക്കെ ഭയങ്കര റിച്ച് ആൾക്കാരാണ്. അതായത് ആളോഹരി വരുമാനവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ. അത് മാത്രമല്ല ഭയങ്കര റവന്യൂ ആണല്ലോ. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതായത് തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഇപ്പൊ എല്ലായിടത്തും സ്നോ ആയി. ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട് അതിനിടയ്ക്കൂടെ. ഇപ്പൊ എല്ലാവരും താത്തിട്ട് തുടങ്ങിയത്, എല്ലാവരും താത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. തണുപ്പൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. പുറത്ത് -6 -7 ഒക്കെയാണ്, എന്നാലും ആർക്കും ഒരു പ്രശ്നമില്ല തണുപ്പൊന്നും. എല്ലാവരും വീഡിയോ എടുത്തു തുടങ്ങി. ട്രാക്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്നോ വീണ് നടക്കുന്നുണ്ടല്ലേ. ഫുള്ള് മൊത്തത്തിൽ സ്നോ ആണ്. സ്നോ ക്യാപ്ഡ് മൗണ്ടൻ ആണ്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ട്രെയിൻ യാത്രകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ട്രെയിനിൽ പകുതി എത്തിയതേ ഉള്ളൂ. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻ ജേണി ഞാൻ ചെയ്തതിൽ വെച്ചിട്ട്. എല്ലാവരുടെയും കയ്യും തലയൊക്കെ ഇപ്പോൾ പുറത്തായി, ഫുള്ള് പുറത്തായി. എനിക്ക് ഇത്ര നേരം ഇടത് വശത്തിരിക്കുന്നവർക്ക് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ വിഷ്വൽസ് അവിടെ കിട്ടി തുടങ്ങി. ഞാനാണ് ജാക്കറ്റ് പോലും ഇട്ടിട്ടില്ല, പക്ഷെ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ട്രെയിനകത്ത് ഹീറ്റിംഗ് ഉണ്ട്, അതാണ് മെയിൻ റീസൺ. ടണൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കിനും കാഴ്ചകളൊക്കെ നമുക്ക് അനുകൂലമായി. ഇപ്പോൾ വലതുവശത്ത് വന്നു, ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതുവരെ കയറ്റം കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 8000 ഫീറ്റ് വരെ നമ്മൾ ഉയരത്തിലേക്ക് എത്തും. അതാണ് ഈ ഒരു ട്രെയിൻ യാത്ര. ബെർണിന പാസ് എന്ന് പറഞ്ഞൊരു പാസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പാസ് നമ്മൾ കയറി ഇറങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിന് ബെർണിന എക്സ്പ്രസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നത്, ബെർണിന പാസ്. പക്ഷെ എൻ്റെ അമ്മേ പോണ കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. നല്ല സ്പീഡിലോട്ടാ പോകുന്നേ. ഓ മൈ ഗോഡ്. റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. എന്താണ് കടേറ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്രേ ഉള്ളൂ, കുഞ്ഞ് സ്റ്റേഷനാണ്. ഈ കാണുന്ന തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടമാണ് ഇവിടുത്തെ ആകെയുള്ളൊരു കെട്ടിടം എന്ന് പറയുന്നത്. ഏതൊരു മലമുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കടേറ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ. മൊത്തം മഞ്ഞാണ് ഗൈസ്. സൂപ്പർ അല്ലേ? നമ്മുടെ ട്രാക്കിൽ ഫുള്ള് സ്റ്റോപ്പിങ് നടക്കുന്നുണ്ടോ? അതെല്ലാം മേ ബി ക്ലിയർ ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും ട്രെയിനൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ട്രെയിനിന് ഇത്രയും ഇതിലും വലിയ സ്നോയിലൂടെ ട്രെയിൻ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. എന്തായാലും ഗംഭീര സംഭവം അല്ലേ? എൻ്റെ അമ്മോ, നമ്മളിപ്പോൾ ശരിക്കും മൊത്തം മഞ്ഞിൻ്റെ മേളിലെത്തി, മഞ്ഞ് മലകളുടെ മേളിലെത്തി. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതങ്ങളുടെ മുകളിലൂടെ ഉള്ള ബെർലിന എക്സ്പ്രസ് ട്രെയിൻ യാത്ര. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ സബ്മിറ്റിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു ബെർലിന പാസിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. മൊത്തം ഗ്ലേസിയേഴ്സും അതേപോലെ തന്നെ സ്നോയുമാണ് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സ്നോയുടെ ഇടയ്ക്കൂടെ ഈ റെഡ് ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ എന്ത് ലുക്കായിരിക്കും അല്ലേ? പൊളി. ചില ആൾക്കാരൊക്കെ ട്രെയിനിനകത്തിരുന്ന് ഉറങ്ങി ആസ്വദിക്കുന്നുണ്ട്. ഈ ഒരു ഉറങ്ങുന്നേരം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ഫീലും ഈ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആസ്വാദനം കണ്ടെത്തുന്നത് ഉറക്കത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഗ്ലേസിയേഴ്സ് അതായത് ഗ്ലേസിയേഴ്സ് കാണാം. അടിപൊളി. അതായത് ഇതൊക്കെ ഭയങ്കര എക്സ്ട്രീം തണുപ്പത്ത് ഉരുകാതെ കിടക്കുന്ന ഗ്ലേസിയേഴ്സൊക്കെ ഞാൻ കണ്ടു ഇതിനിടയ്ക്ക്. ഓ സമ്മിറ്റ് സ്റ്റേഷനാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റേഷനാണ്. എന്ത് ലുക്കാ കാണാൻ, എൻ്റെ ദൈവമേ. അപ്പാണ് ചേച്ചി, ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് ഒരു രക്ഷയില്ല, പറ്റുന്നില്ല. പക്ഷെ എൻ്റെ പൊന്നു, ഇത് കട്ടയ്ക്ക്, അതായത് എത്ര ഹൈറ്റിലാണ് സ്നോ വീണ് നടക്കുന്നതെന്ന് കണ്ടോ. ഇത് അസാധ്യ യാത്ര കേട്ടോ. ഇത് ഗംഭീര യാത്രയാണ്, ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണ്. ഇത് ശരിക്കും വിൻ്ററിലാണ് ഇങ്ങനത്തെ ഈ മഞ്ഞൊക്കെ കിടക്കുന്ന ഭംഗി. സമ്മറിൽ വരുമ്പോഴും ഈ ഗ്ലേഷ്യർ എക്സ്പ്രസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്ലേഷ്യേഴ്സൊക്കെ കണ്ടുപോകുന്ന രീതിയിൽ നമുക്ക് കണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ വീടുകളാണോ കോട്ടേജുകളാണോ എന്ന സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ ഉണ്ട്. നമ്മളിപ്പം മലയുടെ മുകളിൽ എത്തിയപ്പോഴത്തേക്കിന് ഈ ഭാഗത്തെല്ലാം പൈൻ മരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൈൻ മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് വീണ് നടക്കുന്ന കാണാം. പൈൻ മരങ്ങൾ മാത്രമാണ്, സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മരങ്ങൾ മാത്രമാണ് ഈ എക്സ്ട്രീം വിൻ്ററിലും ഇല പൊഴിയാതെ നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇല പൊഴി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ മരങ്ങൾ ശരിക്കും ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഇല ഉണ്ടാവുമല്ലോ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോഴത്തേക്കിനും. അതുകൊണ്ടോ ഈ മണ്ണ് അല്ല സ്നോ വന്ന് റെയിൽവേ ട്രാക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അവർ മലയുടെ മേളിൽ പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നുണ്ടോ. ഓരോരോ സാധനങ്ങൾ പലക വെച്ചിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നുണ്ടോ. അത് ഹെവി ആയിട്ട് ഇങ്ങനെ വന്ന് ഇതിൻ്റെ മേളിലോട്ട് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വീണ്ടും
വീണ്ടും ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുക. ആ വ്യൂ വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ചാടി എണീറ്റ്. ഇത് കണ്ടോ ഗ്ലേഷ്യേഴ്സ് കണ്ടോ? ഊലല്ല, ഇത് കയറി കഴിയുന്നില്ലല്ലോ. ഇതിനൊരു അന്തോ കുന്തോ ഇല്ലേ? ഇതിങ്ങനെ കുറേ നേരമായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. കയറി മുകളിലേക്ക് പോകുന്തോറും ഇങ്ങനെ ഈ സ്നോയുടെ ആ ഒരു കട്ടി കൂടി വരുന്നുണ്ട്. മരങ്ങളുടെ മേളിലൊക്കെ ഇങ്ങനെ സ്നോ വീണ് തുടങ്ങുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാം. മലയുടെ മേളിലൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഇങ്ങനെ സ്നോ വീണ് ഇതായി. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ അവലാഞ്ച് സംഭവിച്ച് സ്നോ വന്ന് മുകളിൽ വീണ് റെയിൽവേ ട്രാക്ക് ബ്ലോക്ക് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിൽ ടാർപ്പല്ലല്ലോ മറ്റേ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഭയങ്കര സംഭവമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ടണലിലേക്ക് കയറി. ഇതാണ് മറ്റേ അവലാഞ്ച് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭവം. ഇത് നമ്മൾ മണാലി ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ആ ഒരു മണാലി റൂട്ടിൽ നമുക്ക് നമ്മുടെ റോഡിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ മൗണ്ടനിലെ ഇലക്ട്രിക് റൂട്ടാണല്ലോ, കംപ്ലീറ്റ് ഇലക്ട്രിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ മൊത്തം. എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എന്ത് ലുക്കാടേ ഇത്. നമ്മളിതിൻ്റെ സമ്മിറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അനൗൺസ്മെൻ്റ് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ മുകളിലെത്തിയെന്നും പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഫൈനൽ വ്യൂ ആണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പം ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങായിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് അവരൊന്ന് ട്രെയിനിങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് അവിടെ ഗ്രേഡിയൻറ്റും വളവും ഒക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഷ് സ്നോയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടോ നോക്കി, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ. എവിടെ നോക്കിയാലും മഞ്ഞ് വീണ് കിടക്കുന്ന ആൽപൈൻ മലകളാണ്. നോക്കി, ആൽപൈൻ മരങ്ങളെന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ആൽപൈൻ മരങ്ങളുടെ കളികളാണ്. മഞ്ഞ് വീണ് കിടക്കുന്ന ആൽപൈൻ മരങ്ങളും അതിൻ്റെയൊക്കെ മേളിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണാം. അതൊക്കെ എന്ത് സംഭവം എന്നറിയത്തില്ല. വീടാണോ, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ വീടായിരിക്കാം. ഇവിടെ തിരിച്ച് താഴേക്ക് പോകുന്നൊരു ട്രെയിൻ കിടക്കുന്നു. താഴേക്ക് പോകുന്ന ട്രെയിനുകളിലും ടൂറിസ്റ്റുകളാണ് മൊത്തം. അത് ബെർണിന എക്സ്പ്രസ്സാണ് കിടക്കുന്നത്. ബെർണിന എക്സ്പ്രസ് കിടക്കുന്നുണ്ടോ? ഇതാണ് ബെർണിന എക്സ്പ്രസ്. അത് കിടിലൻ കോച്ചാണ്. ഇത് കുർ അരോസ. കുർന്ന് പല സ്ഥലത്തേക്ക് ട്രെയിനുകളുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലേക്ക് ഇവർ ഇഷ്ടം പോലെ, ശരിക്കും നല്ല കാശുണ്ടാക്കുന്നുണ്ട്. പിഴിഞ്ഞല്ലേ വാങ്ങിക്കുന്നത് ആൾക്കാരെ, അതുപോലെ പിഴിഞ്ഞല്ലേ വാങ്ങിക്കുന്നത്. നമ്മുടെ ട്രെയിൻ റീജിയണൽ ട്രെയിനാണ്, ശരിക്കും ടൂറിസ്റ്റ് ട്രെയിൻ അല്ല. പക്ഷേ എന്നാലും അവിടെ ഇവിടെ നിർത്തുന്നുണ്ട്. ഇത് ആക്ച്വലി ആൽപ്പ് ഗ്രും എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. ഇതാണ് സമ്മിറ്റ് സ്റ്റേഷൻ. ആൽപ്പ് ഗ്രും എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇതേപോലെ ഡ്രോണും കൊണ്ടൊക്കെ വരുന്നു. ഇവിടെ എത്ര സമയം നിർത്തുമെന്ന് അറിയത്തില്ല. അതാണ്, അടച്ചു പോയി കഴിഞ്ഞാൽ പോയതാണ്, തുറക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങാൻ പേടി. ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. എല്ലായിടത്തും ഇറങ്ങുന്നുണ്ട് എല്ലാവരും. ഇതൊരു സംഭവം പൊളിയാട്ടോ ഇത്. ഞാൻ ഇതിനകത്ത് ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ യുറൈൽ പാസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ ഞാൻ സമ്മിറ്റ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടു. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം ടണലുകളും ബ്രിഡ്ജുകളും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് മൊത്തം. മൗണ്ടൻ റെയിൽവേ ആണല്ലോ. മൊത്തം വൈറ്റ് ആണല്ലോ കാണുന്നത്. വൈറ്റ് മൗണ്ടൻസ്, വെള്ളമലകൾ, മൊത്തം എന്ത് വെളിച്ചമെന്നറിയോ എൻ്റെ മേളിൽ കയറിയപ്പോഴത്തേക്കിനും. ഫുള്ള് ഇത് തന്നെ, മൊത്തം ഇത് തന്നെ. ഇതൊരു രക്ഷയില്ല കേട്ടോ. എന്നാലും ആ സ്കൈയിൻ്റെ കളർ കണ്ടോ, നല്ല ബ്ലൂ സ്കൈ, വൈറ്റ് മൗണ്ടൻസ്, പച്ചപ്പൊക്കെ പോയി. ഇവിടെ വന്നപ്പോഴത്തേക്കിനും കാറ്റുള്ള സ്ഥലമെന്ന് തോന്നുന്നു. മരങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മളൊരു ടണലിൽ കയറാൻ പോവാം. 631 മീറ്റർ നീളമുള്ളൊരു ടണലാണ് ഇത്. ട്രെയിനിനകത്ത് ഇത് ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ വെച്ചിരിക്കുന്നതുണ്ടല്ലേ ഇവിടെ. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്ച്വലി ഒരു ലേക്കാണ്. പക്ഷെ ആ ലേക്ക് ഫുള്ള് മഞ്ഞ് വീണ് വെള്ളമൊന്നുമില്ല. അതൊരു ലേക്കാണ് ബേസിക്കലി കാണുന്നത്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കിയതാണ് ലേക്ക്. കണ്ടോ, ലേക്കിനടുത്തൂടെ നമ്മൾ പോകുന്നത് കണ്ടോ.
എൻ്റെ അമ്മോ, ആ ലേക്ക് മൊത്തം മഞ്ഞ് വീണ് ഫുള്ള് ലേക്ക് അല്ലാണ്ടായി. ശരിക്കും ഇപ്പോൾ നമ്മൾ അന്റാർട്ടിക്ക പോലെ അല്ലേ. ബിയാങ്കോ ലേക്ക് എന്ന് പറഞ്ഞ ഒരു ലേക്കായിരുന്നു ഇവിടെ. ആ ലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് എനിക്ക്, എന്ത് കഷ്ടമെന്ന് എനിക്ക്. അവിടെ എവിടെ ഒരു ശേഷം കാണുന്നുണ്ട്, ചിലപ്പോൾ നിർത്തുമായിരിക്കും, നോക്കാം. എൻ്റെ അമ്മ, ഇത് മൊത്തം സ്നോ എല്ലാം വെട്ടി ഇത് കണ്ടല്ലോ, ട്രിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ ട്രിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, കണ്ടോ, ട്രിം ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി. ഇത് ഈ റൂട്ടിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള, ഏറ്റവും ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണെന്നാണ് ഇവർ അനൗൺസ് ചെയ്തത്. പക്ഷേ തുറക്കാൻ പറ്റത്തില്ല. തുറന്നു ഇത് ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അമ്പോ, ഇത് കണ്ടാ മോനെ, പൊളിച്ച് നോക്കി. ഷേ, അടിപൊളി സംഭവം, വേറെ ലെവലാട്ടോ. ഇത് രസമല്ലേ, ഇത് ഭംഗിയല്ലേ. പിന്നെ ആൾക്കാരൊക്കെ കുറേ പേര് ഇവിടെ ഇറങ്ങി കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി. നമുക്ക് തിരിച്ചു കയറാം, അല്ലെങ്കിൽ ഇത് അടയ്ക്കും. ഒത്തിരി ആൾക്കാർ ഇറങ്ങി കേട്ടോ ഈ സ്റ്റേഷനിൽ. ഓ, ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അതാണ് ഇവിടെ ആൾക്കാർ ഇറങ്ങി. അല്ലെങ്കിൽ തിരിച്ചു പോകാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മലയുടെ മേളിലേക്ക് ഹൈക്ക് ചെയ്യാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും. ആ സമ്മിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഇവിടെ മരങ്ങൾ പോയിട്ട് ഒരു പുല്ല് പോലും ഇല്ല. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ മരങ്ങളൊക്കെ പോയി ഇവിടെ മേളിൽ വിമാനമൊക്കെ പോകുന്ന കാണാം. മരങ്ങൾ വരാനായിട്ട് ഇവിടെ സമ്മിറ്റാണ്, ഭയങ്കര കാറ്റായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ. നിങ്ങൾ ഒന്നുകിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുക, ബെർലിൻ എക്സ്പ്രസ് യാത്ര ചെയ്യുക, ഇല്ലെങ്കിൽ ഗ്ലേഷ്യർ എക്സ്പ്രസ് യാത്ര ചെയ്യുക. രണ്ടും കൂടെ യാത്ര ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബോറായിരിക്കും. ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ കുറേ ട്രെയിനുകളുണ്ട് ഇഷ്ടം പോലെ. ഈ രണ്ടെണ്ണമാണ് ഈ റൂട്ടിലെ ഏറ്റവും ഡിമാൻഡുള്ള ട്രെയിനുകൾ. അതിൽ ഈ ട്രെയിനാണ് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാട്. ഗ്ലേഷ്യർ എക്സ്പ്രസ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതിന് 650-700 സ്വിസ് ഫ്രാങ്ക് വരെ ചാർജ് ചെയ്യുന്ന കോച്ചുകളുണ്ട്. എക്സലൻസി കോച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഏകദേശം 65,000-70,000 രൂപയ്ക്ക്. അത്ര എക്സ്പെൻസീവാണ്. റോഡിൽ ആൾക്കാർ വണ്ടിയും കൊണ്ട് നിർത്തി ട്രെയിൻ സ്പോട്ട് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ നിന്നിട്ട്. സിംഗിൾ ലൈൻ ട്രാക്കാണ് കേട്ടോ ഇവിടെ. നമുക്ക് പല സ്ഥലത്തും ക്രോസിംഗ് ഉണ്ട്, മിക്ക സ്ഥലങ്ങളിലും ക്രോസിംഗ് ഉണ്ട്. അത്രയധികം ട്രെയിനുകൾ ഈ റൂട്ടിൽ ഇവർ ഓടിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറിലും 1 മണിക്കൂറിലൊക്കെ ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഡിമാൻഡല്ലേ. ഇങ്ങനെ നമ്മുടെ ട്രെയിൻ സെയിൻറ്റ് മോറിറ്റ്സിലേക്ക് ഇറങ്ങി തുടങ്ങി. ആ ഒരു പാസ് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ റെഡ് ട്രെയിൻ ഇങ്ങനെ ആ ഒരു വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള കളർ കോമ്പിനേഷൻ ഇടയ്ക്ക് കാണാൻ ഭയങ്കര രസം കേട്ടോ. സ്വിറ്റ്സർലാൻഡ് കംപ്ലീറ്റ് റെഡിൻ്റെ ആൾക്കാർ. ഇവരുടെ ഫ്ലാഗ് വരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, റെഡ് ക്രോസ്. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. പല സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. പല ഓർഗനൈസേഷൻസിൻ്റെയും. വേറൊരു സ്റ്റേഷനിലെത്തി. ഇത് സാധാരണ റീജിയണൽ ലോക്കൽ ട്രെയിൻ. അടിപൊളിയാണ്, എല്ലാ ലുക്കാണ്. ഭയങ്കര റിച്ച് ട്രെയിനാണ്. എന്ത് ലുക്കല്ലേ. അത് ഒരു സ്പോട്ട്ലെസ് ആണേ, ഒരു ചെളിയോ പൊടിയോ ഒന്നുമില്ല ഗ്ലാസ്സിലൊക്കെ. നമ്മൾ ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിൻ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ്. അത്ര നീറ്റാണ് ഇവിടുത്തെ ട്രെയിൻ. ഇത് വൃത്തിയാണ്. രാജ്യവും അതെ, വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര വെടിപ്പാണ്. നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ കണ്ട പോലത്തെ അലമ്പും കച്ചറയൊന്നും നമുക്കിവിടെ കാണാൻ പറ്റൂല എന്നാണ് കേട്ടിട്ടുള്ളത്. ബാക്കി പോയി നോക്കണം എന്താണെന്നുള്ളത്. പുതിയ കോച്ചുകളും പഴയ കോച്ചാണേലും നോക്ക് എത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലേ. അടിപൊളിയല്ലേ. ഇത് ലുക്കല്ല, റെഡ് ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. അടിപൊളി പോലെ. അങ്ങനെ നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം വീണ്ടും നമ്മൾ റോഡിൻ്റെ സമാന്തരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെർണീന സുവോത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേഷൻ ആളുകളൊക്കെ ഇങ്ങനെ പല സ്റ്റേഷനിൽ ഇറങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. ഈ ട്രെയിൻ പോകാനായിട്ട് ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ ആളുകളുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറഞ്ഞു മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിന്. കാരണം നമ്മൾ ട്രെയിനിൽ കയറി ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങോട്ട് കുറയുമല്ലോ. ഇപ്പം എല്ലാവരും അടങ്ങിയിരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്തോറും നമുക്ക് ആൽപൈൻ മരങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു മെയിൻ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ശരിക്കുള്ള ബ്യൂട്ടി സമ്മറിൽ വന്ന പച്ചപ്പ് കാണണം. ഇവിടുത്തെ വില്ലേജസ് കാണണം. മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജസ് ഇൻ ദ വേൾഡ് ആർ ഇൻ സ്വിറ്റ്സർലാൻഡ് ആൻഡ് ന്യൂസിലാൻഡ്. പിന്നെ നിങ്ങൾ ഗ്ലേഷ്യർ എക്സ്പ്രസ് യാത്ര ചെയ്യുവാണെങ്കിൽ ഈ വിൻഡോ താക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനത്തെ റീജിയണൽ ട്രെയിനിൽ യാത്ര ചെയ്താൽ മാത്രമേ ഈ വിൻഡോ ഗ്ലാസ് ഇങ്ങനെ താത്തിയിട്ട് നിങ്ങൾക്ക് കൈയൊക്കെ കാലൊക്കെ പുറത്തിടാൻ പറ്റുള്ളൂ. പിന്നെ ഈ 2 ട്രെയിനും ഓടുന്ന സെയിം ട്രാക്കിലൂടെ സെയിം സമയം, അതായത് അതിനും 4 മണിക്കൂർ വേണം, ഇതിനും 4 മണിക്കൂർ വേണം. സെയിം ട്രാക്കിൽ സെയിം സമയം സെയിം റൂട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ പിന്നെ അതിന്
ഇച്ചിരി ഫെസിലിറ്റീസ് കൂടുതലുണ്ട്, പനോരമിക് ആണെന്നും പറഞ്ഞുകൊണ്ട് അത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആളുകൾ ഇവിടെ സ്കീയിങ് ഒക്കെ ചെയ്ത് പഠിക്കുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് സ്കീയിങ് ചെയ്ത് പഠിക്കുന്നുണ്ടോ. സ്റ്റേഷനൊക്കെ എന്ത് ഭംഗിയാ നോക്ക്, തടി കൊണ്ടുണ്ടാക്കിയ സ്റ്റേഷനാണ്. ആളുകൾ ഇത്തരത്തിൽ നടന്നു പോകുമ്പോഴും ഈ സാധനമൊക്കെ ഉണ്ടാവും, കാരണം തെന്നി വീഴാൻ പാടില്ലല്ലോ. ഇവർ ഈ ഒരേ പേരിലേ കുറേ ട്രെയിൻ ഓടിക്കുന്നുണ്ട് കേട്ടോ. ബെർലിന എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ട്രെയിനിനും അതാ പേര് കൊടുത്തേക്കുന്നത് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി ഗൈസ്. നമുക്കിവിടെ ഇറങ്ങണം ഗൈസ്, സെയിൻറ്റ് മോറിറ്റ്സ്. ഇവിടെ നമുക്ക് ഇറങ്ങണം. അങ്ങനെ ഏകദേശം ഒരു 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെയിൻറ്റ് മോറിറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി. ശരിക്കുമുള്ള ബെർലിന എക്സ്പ്രസ് എന്ന് പറയുന്നത് കുർ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകും. CHUR കുർ. കുർ വരെ ഈ ട്രെയിൻ പോകത്തില്ല, ഇത് റീജിയണൽ എക്സ്പ്രസ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇതേപോലത്തെ കാഴ്ചകൾ തന്നെ ഇനി അങ്ങോട്ട് കാണും, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ സെയിൻറ്റ് മോറിറ്റ്സ് ഒരു ആൽപൈൻ റിസോർട്ട് ടൗണാണ് സെയിൻറ്റ് മോറിറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ നമുക്ക് മേളിൽ കാൾട്ടൺ ഹോട്ടലൊക്കെയാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളായിരിക്കും, അമ്മാതിരി റേറ്റ് ആയിരിക്കും ഇവിടെ ഉള്ള ഓരോ ഹോട്ടലിനും. വെറുതെ ഒന്ന് നോക്കിയതാണ്, 20,000 രൂപയിൽ കുറഞ്ഞ റേറ്റ് ഇവിടെ ഒരൊറ്റ ഹോട്ടലിനും ഇല്ല. അമ്മാതിരി സെറ്റപ്പാണ് ഇവിടെ. -13 പുറത്തെ കാലാവസ്ഥ. ഇപ്പോൾ -13 എക്സ്ട്രീം വിൻ്ററിൻ്റെ സമയമാണ്. എന്താ ആവശ്യം, നമ്മൾ യൂറോപ്പിൽ തന്നെ കുറച്ചങ്ങോട്ട് മാറിയപ്പം മാൾട്ടയിൽ പോയപ്പോൾ ഒരു കാലാവസ്ഥ, ഇപ്പുറത്ത് വന്നപ്പോൾ വേറെ കാലാവസ്ഥ, ഇവിടെ വരുമ്പോൾ വേറെ കാലാവസ്ഥ. ഒരേ സ്ഥലത്ത് തന്നെ എന്തോരം കാലാവസ്ഥയാണ്. മറ്റേ ഷണ്ടിങ് ലോകം ഇത് സ്പീഡിലാണ് കൊണ്ടുവന്ന് നോക്കി. ഇവിടുത്തെ ട്രെയിൻ അച്ചാതി ലുക്കാട്ടോ, കിട്ടില്ല ലുക്കാണ് ഇവരുടെ സ്വിസ് ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് റെഡാണ്. ശരിക്കും എനിക്ക് യൂറോപ്പിൽ ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിനുകൾ എന്ന് പറയുന്നത് ശരിക്കും സ്വിറ്റ്സർലാൻഡിലെ ഇവരുടെ ട്രെയിനുകളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അവരുടെ ആ ഒരു ലോഗമൊക്കെ കണ്ടോ, എന്താ ഒരു ആദ്യത്തെ ലുക്കല്ലേ, എന്ത് കിട്ടില്ല ലുക്കല്ലേ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് മതിയാവുന്നില്ല, അതുപോലെ ഭംഗിയാണ് എവിടെ ക്യാമറ വെച്ചാലും. ആക്ച്വലി ഞാൻ ഈ KLTUK യാത്ര കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ച് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂറോപ്പിന് നെക്സ്റ്റ് സമ്മറിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും ആദ്യം എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ച വേറെ കുറച്ച് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഞാനതൊക്കെ മാറ്റി. ഞാനിനി അടുത്ത സമ്മറിൽ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരിക സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും. അത് നമ്മൾ തകർക്കും. അയ്യോ, പക്ഷെ ഭയങ്കര കത്തിയാണ് കേസ്, ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് സാധാരണക്കാരനൊന്നും താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നി. ഞാൻ ഇത്രയും യൂട്യൂബിൽ ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്ത് നമുക്കിതിൽ നിന്ന് വരുമാനം ഉണ്ടല്ലോ, കാശുണ്ടാക്കുന്നുണ്ടല്ലോ, എന്നാൽ എനിക്ക് പോലും അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം സാധാരണക്കാർക്ക് ഒട്ടും പറ്റുകയില്ല എന്ന് പറയുന്നത്. ഞാൻ സാധാരണക്കാരനല്ല എന്നല്ല പറയുന്നത്, ഞാനും സാധാരണക്കാരൻ തന്നെയാണ്. ഞാൻ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, മിനിമം ഒരു 15,000-20,000 രൂപയില്ലാതെ ഇവിടെ ഒരു റൂം കിട്ടില്ല. ഒരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ മിനിമം ഒരു 2,000 രൂപ കൊടുക്കണം, മിനിമമാണ്. ഒരു ഫാമിലിയായിട്ടൊക്കെ ഒരാൾ ട്രിപ്പ് വരുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ കാണുന്നതൊക്കെ മറ്റേ ബെർലിന എക്സ്പ്രസിൻ്റെ കോച്ചുകളാണ്. ഇത് തന്നെ 2x2 കോച്ചുകളുണ്ട്. ഇത് പക്ഷേ 2x2 അല്ല, ഇത് 2x1 ഫസ്റ്റ് ക്ലാസ് കോച്ചുകളാണ്. ഇവർക്ക് എക്സലൻസി കോച്ചെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സാധനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇന്ന് എവിടെ താമസിക്കണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല, എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് പോലും ഐഡിയ ഇല്ല. ഒരു ഐഡിയയും എന്തായാലും ഒന്നുമില്ല, അതൊരു കുന്തവും ഇല്ലാതാണ് ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. എന്തായാലും സെയിൻറ്റ് മോറിറ്റ്സിൽ വന്ന് നമ്മുടെ ബെർലിന എക്സ്പ്രസ് ട്രാവൽ ചെയ്തു. സോ എന്നോട് കുറേ ആളുകൾ ബെർലിന എക്സ്പ്രസ് ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സോ ദിസ് വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദോസ് പീപ്പിൾ ഹു ടോൾ മീ ദാറ്റ്. എസ്പെഷ്യലി മാൾട്ട പോയപ്പോൾ അടുത്തൊരു ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. എന്തായാലും നാളെ കാണാം സ്വിറ്റ്സർലാൻഡിൻ്റെ കാഴ്ചകളുമായിട്ട്. ബൈ.